ആന്ധ്ര ചിക്കൻ കറി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ചിക്കൻ കറി ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ പേഴ്സണൽ ഫേവറേറ്റായിട്ട് ഈ കറി മാറും. ഉറപ്പാണ്, ഷുവറാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. 1 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിക്കാം. അതിൽ ഒരു ഉള്ളി നമുക്ക് നോർമലായിട്ട് ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലൊരു 5 പച്ചമുളക്, ഇത്തിരി എരിവുള്ള പച്ചമുളക് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇതൊരു ഗ്രീനിഷ് കളറിലാണ് ഇരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ 4 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വെളിച്ചെണ്ണയായാലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ലെണ്ണയാണ് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ഇതിലിപ്പോൾ 1 ടീസ്പൂൺ അളവിന് നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പു, സ്പൈസസ് എല്ലാം ചേർത്തിട്ട് ഇപ്പം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ പൊടിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഉള്ളി ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകും വരെയൊന്നും നമ്മൾ വഴട്ടിയെടുക്കണ്ട. ഒരു ലൈറ്റായിട്ട് ഒരു ബ്രൗണിഷ് ആകുമ്പോഴേ നമ്മളിതിൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്കായി പോയാൽ അതിൽ നിന്ന് നമുക്കൊരു സ്വീറ്റ്നെസ് വരും. അപ്പോൾ സ്വീറ്റ്നെസ് നമുക്ക് ഈ കറിക്ക് പറ്റത്തില്ല. നമുക്ക് ഇത്തിരി ഒരു സ്പൈസി ആയിട്ട് തന്നെ ഉള്ള കറിയാണിത്. ഇതിലിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നപ്പോൾ തന്നെ ഞാനിതിൽ ഒരു 2 തണ്ട് കറുവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് തല്ലിയിടണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി ഒന്ന് വരും വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഒരു 2 നന്നായിട്ട് പഴുത്ത തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ തക്കാളി ഇതുപോലെ തന്നെ ഹോളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ചേർത്തിട്ട് നമ്മൾ ഇതിനെ ഒരു 2 മിനിറ്റ് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചാൽ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് മാഷായി വരും. ഇതിലോട്ടിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിൽ നമ്മൾ ഒരുപാട് മസാല ചേർക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒരുപാട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ സാധാ ചേർത്ത് ചെയ്യുന്നേക്കാളും വളരെ വളരെ ടേസ്റ്റിയാണ് ഈ കറിക്ക്. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിന് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോകണ്ട, ഒരുപാട് റെഡ് കളർ അല്ല, ഇതൊരു ഗ്രീനിഷ് കളറാണ്. ഇപ്പോൾ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പച്ചമണം പോകും വരെ നന്നായിട്ട് ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ഈ കറിക്ക് നമ്മൾ ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യുന്നേക്കാളും ബോൺസ് ഉള്ള ചിക്കൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് ഈ മസാല നമുക്കൊന്ന് ഇതിലോട്ട് ചിക്കനിൽ ചേരും വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചിക്കൻ കറി ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ചിക്കൻ കറി നമ്മളെ വീട്ടിലെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റാണ്. മോനൊക്കെ വളരെ ഇഷ്ടമാണ്, അത്ര ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇതിന് നമുക്ക് തോർത്തിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള പാൻ തന്നെ എടുക്കാൻ നോക്കാം. ഇപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നേക്കാളും നമ്മൾ ചീനിച്ചട്ടിയിൽ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ചീനിച്ചട്ടിയൊക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നോൺ സ്റ്റിക്കൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ പഴയ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മളെ ബ്രാസും നമ്മളെ കോപ്പറും ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഹെൽത്തിനും അത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടപ്പ് വെച്ച് ഒരു 5 തൊട്ട് 6 മിനിറ്റ് വരെ നന്നായിട്ട് ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വഴട്ടി വെച്ചിരിക്കുന്ന ഒരു സവാള, പച്ചമുളക്, അതിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെയാണ് ഈ ചിക്കൻ ഇപ്പോൾ കുക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മാജിക് പേസ്റ്റാണ്. ഇതിടുമ്പോൾ കറിയുടെ സ്വാദ് പാടെ മാറും.
അത്ര ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും എടുക്കാൻ തന്നെ നോക്കുക. എൻ്റെ പുതിനയില ശകലമൊന്ന് വാടിപ്പോയിട്ടുണ്ട്, എന്നാലും വേണ്ടൂല. ഫ്രഷായിട്ട് എടുത്താൽ കൂടുതൽ കളറും നല്ല ഡാർക്ക് കളർ നമുക്ക് കിട്ടും. അത് നമ്മൾ എണ്ണയിലിട്ട് വഴട്ടൊന്നും വേണ്ട, ഇതുപോലെ പച്ചയ്ക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എണ്ണയിലിട്ട് വാട്ടിയാൽ നമുക്ക് അതിൻ്റെ കളറ് നമുക്ക് പോകും, ഈ ഗ്രീനിഷ് കളർ നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് അടപ്പ് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്തെടുത്തത്. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുരുമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഷുവറാണ് എല്ലാവരും ഇത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്ര തന്നെ നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി തീർന്ന്. ഇത് നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം ചൂടായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചൂടായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തണുത്ത് കഴിക്കപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് എടുക്കാം. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ സ്വാദ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് കാണാം നമുക്ക്. എല്ലാവരും ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.